തിരുവനന്തപുരത്തെ സമരഭൂമിയാണ് വിളപ്പിൽശാല. ചവറ് ഫാക്ടറിക്കെതിരെ നടത്തിയ സമരങ്ങൾ കേരളമൊട്ടാകെ ചർച്ച ചെയ്ത ഒന്നാണ്. ഇന്നിവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു വലിയൊരു പ്രതിസന്ധിയാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഔട്ടർ റിംഗ് റോഡ് കടന്നു പോകുന്നത് ഇതുവഴിയാണ്. 3 വർഷമായി ഈ റോഡിനായി സ്ഥലമേറ്റെടുത്ത് ജനങ്ങളുടെ കയ്യിൽ നിന്നും പ്രമാണങ്ങളടക്കം സർക്കാർ വാങ്ങിവെച്ചിട്ട് നഷ്ടപരിഹാര തുക ഇതുവരെ കൈമാറിയിട്ടില്ല. ജനങ്ങൾക്ക് മക്കളുടെ കല്യാണം നടത്താനും ഉപരിപഠനവും സ്ഥലങ്ങൾ കൈമാറാനും കഴിയാതെ ദുരിതം അനുഭവിക്കുകയാണ്. ഇന്നത്തെ ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് വിളപ്പിൽശാലയിലെ ജനങ്ങളുടെ ഈ പ്രശ്നമാണ്. എൻ്റെ സ്ഥലം വിഴിഞ്ഞം റിംഗ് റോഡിന് എടുക്കാൻ അളന്നു ഇവിടെ വന്ന് കല്ലിട്ട്. നമുക്കിപ്പോൾ ലോണൊക്കെ ഇരിക്കുകയാണ് അനന്തപുരം ബാങ്കിൽ. ലോണ് ജപ്തി ചെയ്തുകൊണ്ട് പോകേണ്ട സമയം കഴിഞ്ഞ് കിടക്കണം. ഇതിനെടുത്തത് കൊണ്ടാണ് അവരങ്ങനെ കിടക്കണത്. ഇത് എത്രയും പെട്ടെന്ന് നമുക്കിത് ശരിയാക്കി തരണം. ഇതിന് ഇറങ്ങി തിരിച്ചവരെല്ലാം ഓരോന്നോരോന്നും മരിച്ചു പോകണം. അതുകൊണ്ട് നമുക്കിത് നേരെയാക്കി നമ്മളെ സർക്കാരിന് വേണ്ടിയാണ് നമ്മൾ വിട്ടുകൊടുത്തത്. അപ്പോൾ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. കാലും കൈയും വയ്യാത്തതും വീടുകളിൽ കടങ്ങൾ കയറി മുങ്ങി അങ്ങനെയൊക്കെ. ഇതിനു വേണ്ടി എല്ലാത്തിനും ഇറങ്ങിയ ഒരുത്തനാണ് ഇപ്പം ഒരു സുഖക്കേടുമില്ലായിരുന്നു മരിച്ചത്. ഇതിൽ നിന്ന് 10 പൈസ മാറ്റി കുടിച്ചും കൊണ്ട് അവൻ പോയില്ല. അതുകൊണ്ട് നമ്മളെ സർക്കാർ നല്ലൊരു കാര്യത്തിനാണ് നമ്മൾ വിട്ടുകൊടുത്തത്, ഈ നമ്മളെ കിടക്കാടങ്ങൾ. അപ്പം നമ്മളെ സർക്കാർ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നല്ല കാര്യം ചെയ്യാനേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് കാലും മുട്ടൊന്നും വയ്യ, ഭർത്താവില്ല, അങ്ങനത്തെ ജീവിതമാണ് ഞാൻ ജീവിക്കണം. അപ്പം ഇതെവിടെയെങ്കിലും 5 സെൻറ്റ് മാറ്റിട്ട് വിലയും കുറച്ചാണ് അവരിട്ടിരിക്കുന്ന വീട്ടിനും. നമ്മളിത് ചെയ്യണമെങ്കിൽ എന്ത് ബുദ്ധിമുട്ടിയാണ് നമ്മളിത് ചെയ്തത്. അപ്പം അതെല്ലാം കുറച്ചാണ് അവർ വില ഇട്ടിരിക്കുന്നത് തന്നെ. അപ്പം എല്ലാം സർക്കാർ നോക്കി ജനങ്ങളെ ബുദ്ധിമുട്ടില്ലാതെ എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കി തരണം. ഇതേ പറയാനുള്ളൂ. ഇനി ഓരോന്നോരോന്ന് വിടുന്ന് ചാവും മുമ്പേ ശരിയാക്കി തരണം. 1-2 ഈ റോഡിൽ ഉള്ള ആൾക്കാരാണ് മരിച്ചത്. അതുങ്ങൾക്ക് കടം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസം കൊണ്ടും പെട്ടെന്ന് ഇരുന്ന ഇരിപ്പിലൊക്കെ വിഴുന്ന് മരിച്ചു. അതുകൊണ്ട് നമ്മളെ സർക്കാർ പെട്ടെന്ന് ഇതെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. 3 വർഷത്തോളമായി റിംഗ് റോഡിനായിട്ട് ഈ ഭൂമി എടുത്തിട്ട് എൻ്റെ വീടും സ്ഥലവും 6.5 സെൻറ്റ് സ്ഥലവും വീടും പോകുന്നു. പിന്നെ ഇതാ 1 മാസം അല്ലെങ്കിൽ 2 മാസത്തിനകം ഈ വീടും സ്ഥലവും മാറിക്കൊടുക്കണം, വേറെ താമസിക്കേണ്ടി വരും, ഇവിടുന്ന് മാറേണ്ടി വരുമെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് വന്ന് അവർ ഭൂമി അളന്ന് കല്ലിട്ടത്. അപ്പോൾ കല്ലിട്ടിട്ട് ഇപ്പം 3 വർഷത്തോളം കഴിഞ്ഞു. ഞങ്ങൾ വേറെ പെട്ടെന്ന് മാറണമെന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ വേറെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. കടം വാങ്ങിച്ചാണ്, പലിശയ്ക്ക് പൈസ എടുത്താണ് 5 ലക്ഷം രൂപ ഞാൻ പിന്നെ വേറെ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തത്. അപ്പോൾ ആ പൈസയും പോയി, പിന്നെ സ്ഥലവും വാങ്ങിയില്ല, ഇത് എടുത്തുമില്ല, റിംഗ് റോഡിനായിട്ട് എടുത്തുമില്ല. അത് പോയിട്ട് മാർക്കറ്റ് വില ഇട്ടാണ് അന്ന് ഭൂമി എടുക്കും, നിങ്ങൾക്ക് പൊന്നിൻ വില തരും എന്ന് പറഞ്ഞാണ് ഇവർ പറഞ്ഞ് ഈ ഭൂമി ഏറ്റെടുത്തത്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അറിയുന്നത് നിസ്സാരം പോലെയുള്ള വില, മാർക്കറ്റ് വിലയൊന്നും അല്ല, വളരെയധികം കുറച്ചാണ് ഇപ്പോൾ വില ഇട്ടേക്കുന്നത്. അതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. അത് പോയിട്ട് 3 മാസത്തിനകം മാറണമെന്ന് പറഞ്ഞ് ഇപ്പോൾ 3 വർഷത്തോളമായി. ഞങ്ങൾ എന്ത് ചെയ്യട്ടെ, കടം കൊണ്ടും എല്ലാം ആഭരണങ്ങൾ വിറ്റും അതും ഇതും ചെയ്താണ് പലിശയ്ക്കെടുത്തും ഈ അഡ്വാൻസ് കൊടുത്തത്. അതുമില്ല, ഇപ്പോൾ ഭൂമി ഏറ്റെടുത്തുമില്ല. ഞങ്ങൾക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മൾ ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. വളരെയധികം നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരാണ്. നമുക്ക് വേറെ ഇതൊന്നും ഇല്ല, ഇത് സാമ്പത്തികമായിട്ട് വേറെ ഭൂമി വാങ്ങാനായിട്ടുള്ള സാമ്പത്തികമായിട്ടോ ഒന്നുമില്ല. പലിശയ്ക്കെടുത്തും കടം വാങ്ങിച്ചുമാണ് ഈ ഭൂമിക്ക് അഡ്വാൻസ് കൊടുത്തത്. അതിപ്പോൾ അതുമില്ല, 3 മാസത്തിനകം തരുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ ഇത് പിന്നെ ഇവിടെ ഓഫീസിൽ ചെന്ന് തിരക്കിയപ്പോഴത്തേക്ക് അവർ പറയുന്നു പിന്നെ അവർക്ക് ഒന്നും അറിയില്ല ഇതെങ്ങനെ എപ്പോഴും നടക്കുമെന്നുള്ളത്. ഇപ്പോൾ സർക്കാർ പറഞ്ഞാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ വേദന സർക്കാർ കാണണം. കണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അതിൻ്റേതായ നടപടികൾ സ്വീകരിച്ച് കിട്ടേണ്ട ഇത് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഞങ്ങൾക്കിപ്പം 6 സെൻറ്റ് ഭൂമിയും വീടുമാണുള്ളത്. അതിൽ 3.5 പോകണുള്ളൂ, ബാക്കി 2.5 അവിടെ കിടക്കണം. ഈ 3.5 സെൻറ്റ് പോയിട്ട് നമുക്ക് ഒരിടം ഒന്നും വാങ്ങിക്കാനുള്ള ഒരു നിവർത്തിയില്ല.
അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ഇതിലാണ് ഞങ്ങളിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുമെന്ന്. വേറെ സ്ഥലമൊന്നും വാങ്ങിക്കണം, പക്ഷേ ഈ പൈസയ്ക്ക് നമുക്ക് വാങ്ങിക്കാൻ തികയത്തുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുകയാണ്. ബാക്കി 2 സെൻ്റ് അവിടെ കിടക്കുക, അതിന് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വീട് വയ്ക്കാനോ വേറെ ഒന്നിനും പറ്റത്തില്ല. ഈ 3.5 സെൻറ്റിൻ്റെ പൈസ കൊണ്ട് ഞങ്ങൾക്ക് വേറെ ഒരിടം വാങ്ങിക്കാനും പറ്റില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിരിക്കുകയാണ്. അവർ കല്ലൊക്കെ ഇട്ടിട്ട് പോയി. വീടിൻ്റെ പകുതിയേ പോവുള്ളൂ, പകുതി ഇവിടെ കിടക്കും. ഇവിടെയാണെങ്കിൽ നമുക്ക് 3 സെൻറ്റ് വസ്തുവാണ് പോകുന്നത്. അതിലും അത് നമ്മൾ ഇവിടെ അനന്തപുരം ഇത് ബാങ്കിൽ ലോണാണ്. ഇപ്പം ഇത് കഴിഞ്ഞ മാസം വന്നിട്ട് ജപ്തി ചെയ്യണം. അതായത് നമ്മൾ ഇത് ഇപ്പം കിട്ടും, അതായത് 2 മാസം 3 മാസം 3.5 വർഷത്തോളമായി. അപ്പം ഇത് കഴിഞ്ഞ മാസം പറഞ്ഞത് ഇത് എന്തായാലും ജപ്തി ചെയ്യാനുള്ള തീരുമാനം. പിന്നെ അവർ ഇത് 2 മാസത്തിനകം കൊണ്ടുവന്ന് അടച്ചില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജപ്തി നടപടി സ്വീകരിക്കുമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ കുറച്ച് ഇത് ഓർണമെൻറ്റ്സ് കുറച്ച് പണയം വെച്ച് നമ്മളിപ്പോൾ കുറച്ച് ക്യാഷ് കൊണ്ട് അടച്ചിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ആരും ഒരു പ്രതിരോധിക്കാതെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇപ്പോൾ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഞാൻ താമസിക്കുന്ന വിളപ്പിശാല ക്ഷേത്രത്തിൻ്റെ അടുത്താണ്. എൻ്റെ പേര് അജിത നരേന്ദ്രനാഥ്, എൻ്റെ ഭർത്താവ് നരേന്ദ്രനാഥ്. ഞങ്ങളുടെ 2 പേരുടെയും കൂടെ ഒരു 50 സെൻറ്റ് സ്ഥലവും അതിനകത്തുള്ള കൺസ്ട്രക്ഷൻസ് എല്ലാം പശുത്തൊഴുത്ത് ഉൾപ്പെടെയുള്ളതെല്ലാം കൂടെ ഒരു 3 വർഷം മുമ്പ് വന്നിട്ട് ഇവർ ഉടനെ തന്നെ പൈസ തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ പ്രമാണങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കൊണ്ട് പോയി. പിന്നെ ഞങ്ങൾ എല്ലാ ഓഫീസുകളിലും എല്ലാ ഉദ്യോഗസ്ഥരെയും ഞങ്ങൾ കണ്ടു. പിന്നെ കളക്ട്രേറ്റിലും എല്ലാം ഞങ്ങൾ ഒരുപാട് ധർണകളും ബാക്കിയെല്ലാം നടത്തി ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു. ഒക്കെ ചെയ്തണക്കെ ഒരു പ്രയോജനവുമില്ല. ഓരോ അവധികൾ പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞു വിടുകയാണ്, ഉടനെ തരാം പൈസ. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങളോട് പറഞ്ഞത് ജൂലൈ 31 പറഞ്ഞത്. ജൂലൈ 31 തീയതിക്കകത്ത് നമ്മുടെ പൈസ തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അതുവരെ വെയിറ്റ് ചെയ്തു. പിന്നെ അതിനൊരു പ്രയോജനവും കണ്ടില്ല. അപ്പോൾ ഇപ്പോഴും പറയുന്നത് നവംബർ ഡിസംബറിൽ തരാമെന്നാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം NHAയുടെ ഒരു ഉദ്യോഗസ്ഥനെ കണ്ടപ്പോഴത്തേനും അദ്ദേഹം പറഞ്ഞത് മാക്സിമം പോയാൽ ജനുവരി 15 തീയതിക്കകത്ത് പിന്നെ ഇതിനുള്ള തീരുമാനമാകും എന്നാണ് പറഞ്ഞത്. അതൊന്നും നമ്മൾ ഇനിയിപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരുന്നുണ്ട്. ഒരുപാട് കടബാധ്യതകളും പ്രശ്നങ്ങൾക്കകത്തിലാണ് ഞങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറാനോ ഒരു ഭൂമി വാങ്ങാനോ ഓരോ ദിവസം കഴിയുന്തോറും വസ്തുവിൻ്റെ വില മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തുള്ള വസ്തുക്കളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? കടങ്ങൾ അങ്ങേയറ്റം കടത്തിലാണ്. ജപ്തി നോട്ടീസുകളും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് കിടക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ അവർക്കാർക്കും ഒന്നും അറിയത്തില്ലെന്നാണ് പറയുക. കളക്ടർ പറയുന്നത് കളക്ടർക്ക് അറിഞ്ഞുകൂടാ. കാലയുടെ ചാർജുള്ള ഡെപ്യൂട്ടി കളക്ടർ പറയുന്നത് ഡെപ്യൂട്ടി കളക്ടർക്ക് അറിഞ്ഞുകൂടാ. NHAയുടെ ഉദ്യോഗസ്ഥർ പറയുന്നതും അവർക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ആദ്യമൊക്കെ പറയുന്നത് കേസ് കൊടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഹൈക്കോടതിയിൽ. ഇതാണ് അവസ്ഥ. വളരെ പരിതാപമാണ്. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഞങ്ങളൊക്കെ ഇപ്പം മോൻ്റെയൊക്കെ ശമ്പളത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ നല്ലൊരു പശുഫാമൊക്കെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നതെല്ലാം വൈൻഡപ്പ് ചെയ്യേണ്ടി വന്നു. പശുക്കളെയൊക്കെ വിൽക്കേണ്ടി വന്നു. അപ്പം വളരെ ദുരിതമായ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം തരണം. ഞങ്ങളുടെ പൈസ തന്ന് ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിയതിൻ്റെ ഞങ്ങളുടെ നഷ്ടപരിഹാരം തന്ന് ഞങ്ങളെ ഒഴിവാക്കണമെന്നാണ് അഭ്യർത്ഥനയാണിത്. കാരണം ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഓരോരുത്തരുടെയും രീതിക്ക് ഉദ്യോഗസ്ഥരൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ശമ്പളം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് വേറൊരു പ്രശ്നങ്ങളില്ല. കഷ്ടപ്പെടുന്നത് ഞങ്ങളാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം കാണാനെ കൊണ്ട് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും എല്ലാവരും കൂടെ ഒരേപോലെ ശ്രമിച്ചാലേ പറ്റുള്ളൂ. നാഷണൽ ഹൈവേ, പിന്നെ സംസ്ഥാന സർക്കാർ, കേന്ദ്ര സർക്കാർ, ജനപ്രതിനിധികൾ, MLAമാർ, MP എല്ലാവരും കൂടെ ചേർന്ന് ഇത്, കാരണം ഞങ്ങളുടെയൊക്കെ വോട്ട് വാങ്ങിയാണല്ലോ ഇവരൊക്കെ ഈ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ ടാക്സ് ആണല്ലോ ഇവരുടെയൊക്കെ ശമ്പളം. ആ ഒരു മര്യാദയെങ്കിലും കണക്കിലെടുത്ത് ഉണ്ണുന്ന ചോറിനോട് നന്ദി കാണിച്ചെങ്കിൽ ഞങ്ങളുടെ പൈസ തന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വിളപ്പിശാല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ചവറ് സംസ്കരണ ഫാക്ടറി ഉണ്ടായിരുന്നു വിളപ്പിശാല. ആ ഫാക്ടറി കൊണ്ട് ഒരു 10-12 വർഷം ഞങ്ങൾ ഒരുപാട് ദുരിതം അനുഭവിച്ചു. അതിനെതിരെയും ഞങ്ങൾ വളരെ ശക്തമായ രീതിയിൽ സമരം ചെയ്ത് എന്തായാലും അതിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റം കിട്ടി. ഞങ്ങളെല്ലാം സാധാരണ ജീവിതത്തിലോട്ട് വന്നതായിരുന്നു. ഈ സാധാരണ ജീവിതത്തിലോട്ട് വന്നപ്പോഴാണ് ഇങ്ങനൊരു ദുരന്തം. കാരണം 3 മാസത്തിനകത്ത് ഞങ്ങൾക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് ഒരു ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് നോക്കുമ്പോഴുണ്ട് കുറേ ബംഗാളി തൊഴിലാളികൾ തോളിൽ ഇങ്ങനെ കുറ്റി എടുത്തും കൊണ്ട് ഒരു സർവേയുടെ ഇതും കൊണ്ടൊക്കെ ഉദ്യോഗസ്ഥർ വരുന്നു. ഞങ്ങൾ ഓടിച്ചെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടും എന്ന് പറഞ്ഞ് പടപടാന്നാണ് തഹസിൽദാരന്മാരും ഡെപ്യൂട്ടി കളക്ടറും പിന്നെ സർവേയർമാരും എല്ലാവരും കൂടെ വന്ന് എല്ലാം അളക്കുന്നു, വൃക്ഷങ്ങളുടെ കണക്കെടുക്കുന്നു, കെട്ടിടങ്ങളെ അളക്കുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസത്തിനകത്ത് തരുമെന്ന് പറഞ്ഞാണ്. 3 വർഷം കഴിഞ്ഞ് 4ാമത്തെ വർഷമാണ്.
വിളപ്പിശാല ഇരട്ടക്കുളത്ത് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഭരണത്തിന് മുന്നിലേക്ക് എത്തിക്കാനുള്ള ഏറെ ശ്രമങ്ങൾ നടത്തിയ ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ് നമ്മോടൊപ്പം ചേരുന്നത് ഇപ്പോൾ. ശ്രീകണ്ഠൻ ഈ ഒരു പോരാട്ടത്തിനിടയിൽ മരണപ്പെട്ടു. അതടക്കമുള്ള നഷ്ടങ്ങൾ ഭാര്യയ്ക്ക് ഇപ്പോഴും ബാക്കിയാണ്. 3 വർഷത്തോളം കാലമായി ഇവിടുന്ന് പ്രമാണങ്ങളെല്ലാം വാങ്ങിച്ച് വെച്ചിട്ട് 2 മാസത്തിനകം പൈസ കിട്ടും എന്ന് പറഞ്ഞിട്ട് ബാങ്ക് ലോണുകളും അടവ് മാറി ഇപ്പം ജപ്തിയുടെ വക്കിലാണ്. പക്ഷേ ഇതെല്ലാം ടെൻഷൻ ഉണ്ടായിരുന്നു എൻ്റെ ചേട്ടന്. പെട്ടെന്ന് ഹൃദയാഘാതം വന്നാണ് മരിച്ചത്. അതുകൊണ്ട് ഇനി എനിക്കും എൻ്റെ മക്കൾക്കും വേണ്ടി ഈ വസ്തുവിന് പൈസ എത്രയും പെട്ടെന്ന് തിരിച്ചു തരണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. ലോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. മക്കളും പഠിക്കുകയാണ്. 3 വർഷമായി ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഗവൺമെന്റ് മുന്നിലേക്ക് എത്തിക്കാൻ അജിത്താണ് കൂടുതൽ ജനങ്ങൾക്കൊപ്പം നിന്നതും ഇപ്പോൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഇത്രയും കാലമായിട്ട് നിങ്ങൾ നടത്തിയ പ്രക്ഷോഭങ്ങളും പിന്നെ നിയമ നടപടികളെല്ലാം? ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വരുന്ന ഒരു പദ്ധതിയാണ് നമ്മുടെ വിഴിഞ്ഞം. അത് നമ്മുടെ നാടിൻ്റെ തിരക്കുറിയാണ്. അതിനുവേണ്ടി പല സ്ഥലങ്ങളിലും ഈ സ്ഥലമേൽപ്പെടുപ്പ് വന്നപ്പോൾ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ ജനങ്ങൾ ആരും തന്നെ ഒരു ബുദ്ധിമുട്ടും കാണിക്കാതെ ഈ സ്ഥലം വിട്ടുകൊടുത്തവരാണ്. അവർ ആദ്യഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു വെച്ചാൽ 3 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം പോയ ഒരു 6 മാസത്തിൽ 1 വർഷം അതിനകത്ത് തന്നെ ഈ നമ്മുടെ നഷ്ടപരിഹാരത്തുക തന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ ഈ ഗവൺമെൻറ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ടോ ഈ മാറി ഈ ഗവൺമെൻറ്റുകൾ, അതായത് സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും മാറി ഈ ജനങ്ങളെല്ലാം ഇരുട്ടിൽ നിർത്തുകയാണ്. ഒരു ക്ലിയറായിട്ടൊരു ഉത്തരം പറയില്ല. ഓരോ 6 മാസവും പറയും ഇപ്പോൾ നടക്കും, 6 മാസം നടക്കും, എന്തെങ്കിലും കാര്യം പറയും. അവസാനം വന്നിട്ട് എന്താ പറഞ്ഞത്? അലൈൻമെൻറ്റ് മാറ്റമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നു അലൈൻമെൻറ്റ് മാറ്റമില്ലെന്ന് പറയുന്നു. ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് പറയുന്നത് ആർക്ക് മനസ്സിലാവുന്നില്ല. അവസാനം സഹിയിട്ട് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നമ്മുടെ കേന്ദ്ര മന്ത്രി ശ്രീ നിതിൻ ഗഡ്കരിയും നമ്മുടെ PWD മിനിസ്റ്റർ ശ്രീ റിയാസും മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരുടെ ഒരു പത്രസമ്മേളനത്തിനാണ് പറഞ്ഞത് ജൂലൈ 34 തീയതിക്ക് മുമ്പായിട്ട് ഈ പദ്ധതിയുടെ നഷ്ടപരിഹാര തുക നൽകി തുടങ്ങും എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ 2 ദിവസം മുമ്പ് ലോക്സഭയിൽ കൂടെ തന്നെ ഗഡ്കരി പറഞ്ഞു ഇതിൻ്റെ അലൈൻമെൻറ്റ് വ്യത്യാസം വരാൻ പോകുന്നു. അതോടെ ഈ ജനങ്ങളെല്ലാം തകർന്നു എന്ന് പറയുന്നതാണ് ശരി. തകർന്നുപോയി. കാര്യം ഇവർ ഈ ഉടൻ തന്നെ ഈ സ്ഥലം മാറിപ്പോയി വരും കരുതിയിട്ട് അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പണയം വെച്ചും പലയിടത്തു നിന്നും കടം വാങ്ങിച്ചും എല്ലാമാണ് പുതിയ സ്ഥലം വാങ്ങിച്ചത്. പക്ഷെ അവസാനം ആ സ്ഥലവും പോയി, കയ്യിലുള്ള സ്വർണവും പോയി. അവർ ബാങ്കിൽ നിന്ന് എടുത്തതിൻ്റെ കടത്തിന് മേൽ കടമായി നിൽക്കുന്ന വളരെ ദയനീയമായ സ്ഥിതിയാണ് ജനങ്ങൾക്കുള്ളത്. അതിനൊരു മാറ്റം വരെ ഇനി ഏക ചാൻസ് കോടതിയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ നമ്മുടെ വിഴിഞ്ഞം ORR ലാൻഡ് ഓണേഴ്സ് വെൽഫെയർ മൂവ്മെൻറ്റ് എന്ന സംഘടന രൂപീകരിക്കുകയും അവരുടെ നേതൃത്വത്തിൽ നമ്മൾ 5 പേര് ഹൈക്കോടതിയിൽ ഇതിന് റിട്ട് ഹർജി കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് കൊടുത്തു. ഈ ഉടൻ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും മറ്റുള്ള അതോറിറ്റിക്കും അവർ നോട്ടീസ് അയച്ചു. ഈ 30-ാം തീയതി അവർ വീണ്ടും കോടതി അതെടുക്കുന്നുണ്ട്. ഇനിയും കോടതിയാണ് ശരണം തോന്നുന്നു. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞ പിന്നെ കഴിഞ്ഞൊരു 10-15 ദിവസം കൊണ്ട് അവർ വീണ്ടും ഭയങ്കര ആക്റ്റീവായിട്ട് പുതിയ കാര്യങ്ങൾ ചെയ്തു വരുന്നു. ഇപ്പോൾ പറയുന്നു അലൈൻമെൻറ്റിന് മാറ്റമില്ല. ഈ ഇങ്ങനെ അതായത് ഇങ്ങനെ സ്ലൈഡിങ് ചാൻസുള്ള സ്ഥലങ്ങളെല്ലാം ടണൽ വരുന്നു. ഈ രീതിയിൽ ഈ റോഡ് അലൈൻമെൻറ്റ് തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ഇതേ അലൈൻമെൻറ്റ് തന്നെ റോഡ് വരുന്നു എന്ന് പറയുന്നു. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് പുരോഗതിയിലേക്ക് വരണമെങ്കിൽ അതിലൊരു പ്രോപ്പർ പ്ലാനിങ് വരണം. ഇപ്പോൾ തന്നെ കസ്റ്റംസ് ക്ലിയറൻസ് ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ഈ നമ്മുടെ ഡൊമസ്റ്റിക് കാർഗോ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. അത് നവംബർ മാസം മുതൽ ഡൊമസ്റ്റിക് കാർഗോ ഓപ്പൺ ആകും. ഇപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തെത്താൻ 3 മണിക്കൂർ എടുക്കുന്നത് പോകുന്നയാൾക്കും അറിയാം. ഈ 3-4 കണ്ടെയ്നർ കൂടെ ഈ റോഡിൽ ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ഈ സ്വൈരജീവിതം, നമ്മുടെ ട്രാഫിക് എന്തുമായിരിക്കും, നമുക്ക് എങ്ങനെ യാത്ര ചെയ്യാൻ കഴിയും? ഇതൊന്നും മനസ്സിലാക്കാതെയാണോ ഈ ഗവൺമെൻറ്റുകൾ ഓരോ കാര്യങ്ങൾ ഇത്രയും ഒരു ദീർഘവീക്ഷണമില്ലാതെ നടത്തുന്ന ഈ പദ്ധതികൾ എവിടെയാണ് ചെന്നെത്തുക? എന്തെങ്കിലും കാണിച്ചിട്ട് കാര്യമുണ്ടോ? ജനങ്ങൾക്ക് ഗുണമുള്ളതും ഈ നാടിന് ഗുണമുള്ള കാര്യങ്ങൾ നല്ലവണ്ണം പ്ലാൻ ചെയ്ത് ചെയ്യണ്ടേ? ഏതായാലും ഉടൻ തന്നെ ഇതൊരു ശാശ്വത പരിഹാരം ഉണ്ടാകും എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മൂന്ന് വർഷത്തോളം ഇപ്പോൾ സ്ഥലം ഏറ്റെടുത്തു എന്ന് പറയാൻ 3 വർഷമായി സ്ഥലം ഏറ്റെടുത്തിട്ട് മരുന്ന് വാങ്ങിക്കാനും ഒന്നിനും പാങ്ങില്ല. കടം കയറി നിവർത്തിയില്ലാതിരിക്കുകയാണ്. മരുന്ന് വാങ്ങിക്കാനും നിവർത്തിയില്ല,
ഒന്നിനും നിവർത്തിയില്ല. ഞാൻ തൊഴിലുറപ്പിന് വല്ലപ്പൊരിക്കൊക്കെ പോകും. എന്നും പോകാൻ പറ്റത്തില്ല, വല്ല ആലത്തിലേക്കൊക്കെ പോകും. അങ്ങനെ പോകണം. പ്രമാണം വാങ്ങിച്ചിട്ട് 3 വർഷത്തോളമായി. ഒരു വിവരവും ഇല്ല. ഇന്നാവും നാളെ ആവും മറ്റന്നാവും എന്ന് പറയണമല്ലാതെ ഒരു കാര്യങ്ങളും നടക്കണില്ല. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, ഇതുവരെ ഒന്നും നടപ്പിലായിട്ടില്ല. ചേട്ടന് ഒട്ടും സുഖമില്ലാത്ത ആളാണ്. വല്ലപ്പൊരിക്കൊക്കെ വെളിയിറങ്ങുള്ളൂ, ആശുപത്രിയിൽ പോകാനൊക്കെ. അല്ലാതെ ഒന്നിനും പോകാൻ പറ്റത്തില്ല. ഒരു കാര്യങ്ങൾക്ക് വന്നാൽ പോവുകയില്ല. വീട്ടിൽ തന്നെ ഉണ്ട്, അവിടെ ഇരിക്കുന്നുണ്ട്. വിളിച്ചെനിക്ക് പറഞ്ഞില്ല അത് കണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് 3 വർഷം കൊണ്ട് ഞങ്ങളെ പുരയിടത്തിലിറങ്ങി ഒരു കൃഷി ചെയ്യാനോ നമുക്ക് ആ പ്രമാണം കൊണ്ടുവച്ചൊരു ലോൺ എടുക്കാനോ നമ്മളെ പ്രമാണം എല്ലാം ബാങ്കിലിരിക്കുകയാണ്. ബാങ്കിൽ നമുക്ക് വേറെ ഈ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. എന്ത് ചെയ്യണം ഞങ്ങൾക്ക് ലോണ് തിരിച്ചടയ്ക്കാനുണ്ട്. ഞങ്ങൾ ലോൺ എടുത്ത അതിൻ്റെ ഇരട്ടി പലിശയായി കിടക്കുകയാണ്. ഞങ്ങൾക്കൊന്നിനും നിവർത്തിയില്ല. അത് കൊണ്ടുവന്ന് വച്ച് ഒരു കല്യാണം നടത്താൻ വേണ്ടി കുട്ടികൾക്ക് ഇവിടെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യം കൂടെ ഞാൻ പറയുകയാണ്. 3 വർഷമായി ഒരു കൊച്ചിൻ്റെ ജാതകം കൂടെ കഴിഞ്ഞിട്ട് കല്യാണം നടത്താൻ പറ്റാതിരിക്കുകയാണ്. അതിന് ആ പ്രമാണം കൊണ്ടുവന്ന് വച്ച് ലോൺ എടുത്ത് വേണം കല്യാണം നടത്താൻ. അതിന് പറ്റണില്ല. ആ വിഷമത്തിൽ അത് വരണില്ല. ഞാൻ ഇനി എന്ത് പറഞ്ഞിട്ട് കഥയില്ല. ഞങ്ങൾ പ്രമാണം എല്ലാം കൊണ്ടുവന്ന് വച്ച് ഞങ്ങൾക്കിപ്പോൾ ഒരു വകയ്ക്ക് നിവർത്തിയില്ല. ഇതെല്ലാം കൂടെ ഞങ്ങൾ ഈ ഇത്രയും കഷ്ടതയിലാക്കി ഞങ്ങൾക്കെല്ലാം ഇതിനൊരു പോകാൻ വഴി എത്രയും പെട്ടെന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ വരെ ചെയ്യാനുള്ള വകുപ്പിലാണ് ഞങ്ങളിരിക്കുന്നത്. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. എൻ്റെ കൂടെ വേറൊരാൾ പറഞ്ഞതാണ്, ആ കുട്ടി നേഴ്സിങ്ങിന് പഠിക്കണം, ഈ കരാറ് ഇത് മഞ്ഞക്കുറ്റി ഇട്ട് വന്നു. ഒരു സമയത്ത് ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞില്ല. മഞ്ഞക്കുറ്റി ഇട്ട സമയത്ത് അവർ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇതെന്താണ്? ഞങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടെ കൂടിയപ്പോൾ ഞങ്ങൾ ചോദിച്ച്, ഇതെന്താണ് ഇങ്ങനെ മഞ്ഞക്കുറ്റി ഇടുന്നത്? അത് നിങ്ങൾക്ക് ഇവിടെ നല്ല വികസനം വരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു. വികസനം എന്താ, റോഡാണ് വരുന്നത്, റിംഗ് റോഡാണ്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല വികസനം. ഞങ്ങൾ സന്തോഷിച്ചു. ഉടനെ തന്നെ നിങ്ങൾക്ക് പൈസ തരും. നിങ്ങൾ ഇവിടുന്ന് മാറിപ്പോണം. നിങ്ങൾക്ക് നമ്മളൊരു ചെറിയൊരു വീടുണ്ട്, അത് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ഞങ്ങൾ ആ വീടിനെ വാടകക്കാരെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിച്ചു. വേറൊരുത്തർ ഇപ്പം തന്നെ പോകുമെന്ന് പറഞ്ഞ് വേറെ വീട് അന്വേഷിച്ച് പോയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഞങ്ങൾ നേരിടണം. ഇത്രയും വർഷമായിട്ട് അതിന് ഒരു പരിഹാരം കാണാനില്ല. ഇന്ന് കിട്ടും, നാളെ കിട്ടും, ഇന്ന് കിട്ടും. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആത്മഹത്യയും നടന്നു. ആത്മഹത്യ ചെയ്തവരുണ്ട്. ടെൻഷൻ കയറി, ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാതെ ടെൻഷൻ കയറി മരിച്ചു. എല്ലാം കണ്ട് ദുഃഖിതയായി ഞങ്ങൾ ഇവിടെ ജീവിക്കുന്നു. ഇതിനെന്താണ് ഇത് പോകാൻ വഴി? എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതിൻ്റെ പൈസ കിട്ടേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും മരിക്കാൻ തന്നെയാണ് ഞങ്ങളെല്ലാവരും. ഇത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ലോണ് തന്നെയാണ് വസ്തു. മോളെ കല്യാണം കഴിഞ്ഞ് ലോൺ എടുത്ത് കല്യാണം കഴിയുമ്പോൾ അത് അടയ്ക്കാൻ നിവർത്തിയില്ല. ഇപ്പോൾ നോട്ടീസ് വരെയാണ് ലോൺ ബാങ്കിൽ നിന്ന്. ഈ പൈസ 3 മാസത്തിനകം കിട്ടുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വേറൊരു വീടിന് അഡ്വാൻസ് കൊടുത്ത് അതും പോയി. അങ്ങനത്തെ അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് പൈസ കിട്ടി ഞങ്ങൾക്ക് അതിന് ഒരു പോം വഴി ഉണ്ടാക്കി തരണം. ഞങ്ങളുടെ സ്ഥലം, എനിക്ക് ഒരു 8 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. ആ സ്ഥലം മൊത്തം പോവുകയാണ്. 1.25 സെൻറ്റ് വരെ മിച്ചം ഇട്ടിട്ട് ബാക്കി മൊത്തം പോകണം. അത് ഞങ്ങൾക്ക് പ്രമാണം ബാങ്കിൽ ഇരിക്കണം. അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല. നിങ്ങളെ വീട് ഞങ്ങൾ ലപ്തി ചെയ്തുകൊണ്ട് പോകും, ഞങ്ങളെ കടമയാണ്, ഞങ്ങൾക്ക് എഴുതി തന്നെയാണ്. അവർ ബാങ്കിൽ നിന്നാണ് പ്രമാണം വാങ്ങിച്ചുകൊണ്ട് പോയത്. അങ്ങനെ ആയിരിക്കണം. ഞങ്ങൾക്കിപ്പോൾ ഒന്നിനും നിവർത്തിയില്ല. വീട് ഇടിഞ്ഞു വീഴാനുള്ള അവസ്ഥയിലായി. പിന്നെ അത് നന്നാക്കണമെങ്കിലും എൻ്റെ കൊച്ചിന് കല്യാണം വന്നാലും ആ വീട് ശരിയാക്കാതെ ഒന്നിനും പറ്റില്ല. അപ്പോൾ ഇതെന്തെങ്കിലും അവർ പറഞ്ഞാൽ തോന്നാണ്, ഇത് കേട്ടോ നിങ്ങൾക്ക് മാർച്ചിൽ തന്നെ പൈസ കിട്ടും, അതുകൊണ്ട് നിങ്ങൾ പിന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാ സ്ഥലങ്ങളും നോക്കിക്കോളി, നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാണ് അവരെടുത്തത്. അല്ലെങ്കിൽ ഞങ്ങൾ വിറ്റ് ലോൺ അടയ്ക്കാതിരുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഉടനെ കിട്ടും, നിങ്ങൾ അതിൽ പ്രയാസപ്പെടണം. ഇപ്പം അവിടെ ചെന്നപ്പോൾ അവർ പറയണം 6,40,000 രൂപയായി, ഇനി ഈ വർഷം മൊത്തം തീരുമ്പോൾ 10 ലക്ഷം ആവും. അപ്പം ഞങ്ങൾക്ക് കടക്കാടയില്ല. ലോൺ അടച്ച് കഴിയുമ്പോൾ ഞങ്ങൾക്ക് കടക്കാടയില്ല. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ദുരിതത്തിലും ബുദ്ധിമുട്ടിലാണ് കഴിയണത്. കുറച്ച് മൊത്തം പോവില്ല, ഒരു സെൻറ്റ് പോകും. അപ്പോൾ പിന്നെ കുറച്ചേ വരുള്ളൂ വീടിരിക്കുന്നുണ്ട്. അങ്ങനെ മോക്കാണ് കൊടുത്തേക്കുന്നത്. മോക്കാണെങ്കിൽ സുഖമില്ലാത്തതാണ്, കിടപ്പാണ്. അങ്ങനെ പ്രമാണം വാങ്ങിച്ചൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട് നന്നാക്കാമെന്ന് വിചാരിച്ചാൽ ലോൺ എടുക്കാൻ പറ്റില്ല. വീട് മൊത്തം ഇടിഞ്ഞു പൊടിഞ്ഞു പോകാറായി. വാർത്തിട്ടേക്കുന്ന വീടാണ്. അങ്ങനെ ഒന്നാലും ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുന്ന സമയമാണ്. മോളെ കൊണ്ടുപോയി ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി ചികിത്സിക്കുന്നതാണ്. അവൾക്ക് ഒരു അസുഖം വന്ന് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടി തന്നെ. ഇപ്പോൾ ഈ റോഡിൻ്റെ ഇതെടുത്തെങ്കിൽ ഇല്ലെങ്കിൽ പ്രമാണം വച്ചെങ്കിലും ലോൺ എടുത്തെങ്കിലും വീടെങ്കിലും ശരിയാക്കാമായിരുന്നു. വീടെല്ലാം ഇങ്ങനെ ഇടിഞ്ഞ് ഒക്കെ ഇരിക്കുന്നു. പക്ഷെ ഇതൊന്നും ഇപ്പം ശരിയാവണില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇരിക്കുന്നതാണ്.
മോൾക്ക് ഒന്നും അറിഞ്ഞൂടാ, അവൾക്ക് വന്ന് പറയാനും എടുക്കാനൊന്നും അറിഞ്ഞൂടാത്ത അവസ്ഥയാണ്. ഞങ്ങൾക്ക് 10 സെൻറ്റ് വീടുമാണുള്ളത്. അത് മോന് കൊടുത്തു. ആ വസ്തു മൊത്തം എടുക്കണില്ല, കുറച്ച് വസ്തുവേ എടുക്കണുള്ളൂ. പക്ഷേ അതിൽ ബാക്കി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കുറച്ച് കടബാധ്യതയുണ്ട്, പലിശ കടമാണ്. അത് തീർക്കാനും പറ്റുന്നില്ല. ഞങ്ങൾക്ക് വേറെ വീട് അവിടെ വയ്ക്കാനും പറ്റുന്നില്ല, വേറെ ഞങ്ങൾക്ക് പോകാനും പറ്റില്ല. കടയെല്ലാം തീർത്തിട്ട് പിന്നെ വേറെ വീടുമില്ല. അച്ഛനും അമ്മയും ഞങ്ങൾക്ക് മോന് കൊടുത്തപ്പോൾ അവൻ്റെ കൂടെ കഴിയാമെന്ന് വിചാരിച്ച് അവന് കൊടുത്തു. ഇപ്പം ഞങ്ങൾക്ക് വീടും ഇല്ല, ഞങ്ങളുടെ പ്രമാണവും വാങ്ങിച്ചു വെച്ചേക്കുന്നത്, കടവും തീർക്കാൻ പറ്റണില്ല. ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് ഞങ്ങൾ. അതുകൊണ്ട് എന്തെങ്കിലും ഞങ്ങളുടെ പ്രമാണം തിരിച്ചു കിട്ടണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പലിശ സഹിതം ഞങ്ങൾക്കിതെല്ലാം തീർത്ത് ഞങ്ങൾക്ക് പലിശ സഹിതം അതിൻ്റെ പ്രമാണത്തിന് തരണം. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിത് എത്രയും പെട്ടെന്ന് തരാൻ വേണ്ടി നോക്കണം. ഇല്ലെങ്കിൽ ഞങ്ങൾ 3-4 ഞങ്ങൾ മോനും അച്ഛനും അമ്മയൊക്കെ ഞങ്ങൾക്ക് ഇനി ആത്മഹത്യ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല ഞങ്ങൾക്ക്. കടബാധ്യത കൊണ്ട് ഞങ്ങൾ പലിശ കൊടുത്ത് മുടിഞ്ഞു. ജോലി ചെയ്യണ പൈസ അത്രയും കടബാധ്യത പലിശ കൊടുക്കാനേ ഉള്ളൂ. വീട് വയ്ക്കാൻ ആ ഭൂമിയിൽ ഞങ്ങൾക്ക് വേറെ വീട് വയ്ക്കാൻ പറ്റില്ല. അതങ്ങനെ നീളത്തിനാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഇവർ മൊത്തം എടുത്തതും ഇല്ല. ഞങ്ങൾക്ക് കടവും തീർക്കാൻ പറ്റില്ല, വേറെ പോകാനും പറ്റില്ല. അവിടെ ഇനി വീട് വയ്ക്കാൻ അവർ സാങ്ഷൻ തരില്ല എന്ന് പറയണം. അപ്പോൾ എല്ലാം കൊണ്ടും ഗവൺമെൻറ് ഞങ്ങളെ എന്ത് ചെയ്തിട്ടേക്കണം എന്നുള്ളത് അറിയാൻ പറ്റില്ല. ഇതിന് എന്തായിരുന്നാലും ഒരു നല്ലൊരു പോകാൻ വഴി നേരെ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് തീർത്ത് തരണം. ഞങ്ങളെ രക്ഷിക്കണം ഇവിടുന്ന്. ഒന്നീ രക്ഷിക്കണം, ഇല്ലെങ്കിൽ വീട് ഞങ്ങൾക്ക് കടമായിട്ട് കിടക്കണം. ഇത്രയേ ഉള്ളൂ പറയാൻ. ഞാനൊരു എക്സ് സർവീസ്മാനാണ്. 2019 ഞാൻ പെൻഷനാവുന്നത്. 18 വർഷം സർവീസ് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ടുമായിട്ട് വന്ന് ഞാനിവിടെ ഒരു നല്ലൊരു വീട് വെച്ച് താമസമായിരിക്കുമ്പോഴാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഔട്ടർ റിംഗ് റോഡിൻ്റെ പദ്ധതിയുമായിട്ട് ആൾക്കാർ വരുന്നതും എൻ്റെ വീട് അക്വയർ ചെയ്യുന്നെന്ന് പറയുന്നതും. വളരെ വിഷമത്തോടു കൂടിയാണെങ്കിലും നാട്ടിൻ്റെ ഒരു നല്ലൊരു വികസനത്തിന് വേണ്ടിയും പിന്നെ എന്തായാലും നമുക്ക് എമൗണ്ട് കാശ് കിട്ടും എന്നുള്ളതും കൊണ്ട് തന്നെയാണ് നമ്മളതിന് ഒരു എതിരും പറഞ്ഞിട്ടില്ലായിരുന്നു. പെട്ടെന്ന് തന്നെ മാറണമെന്നും അവർ പറഞ്ഞു. 1 മാസത്തിനകത്ത് വെച്ചെല്ലാം നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട് ഉടനെ തന്നെ ഒഴിഞ്ഞ് ഞാനിപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. 3 വർഷം കൊണ്ട് ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ മിച്ചമുണ്ടായിരുന്ന സമ്പാദ്യവും വൈഫിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവും എല്ലാം കൂടി പണയം വെച്ചും കുറേ കടം വാങ്ങിയിട്ടാണ് ഈ കാണുന്ന വസ്തു ഞാൻ ഉടനെ തന്നെ, എനിക്ക് ഈ ഏരിയ വിട്ട് പോകാനുള്ള മനസ്സില്ലാത്തതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞാണ് ഈ വസ്തു വാങ്ങിയതും വീട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്തത്. കിണർ വരെ വെട്ടിയിട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. കാരണം ഈ 3 വർഷം കൊണ്ട് ഞാൻ ഇവർക്കെല്ലാം പലിശയും കൊടുത്ത് കടത്തിന്മേൽ കടമായി. അപ്പോൾ ഇനി ഇത് വിറ്റാൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ബാനർ ഞാൻ വെച്ചിരിക്കുന്നത്. ഇത് വിൽക്കണം. കാരണം ഇനിയിപ്പോൾ വീട് വെക്കാനൊന്നും ഇപ്പോഴൊന്നും പറ്റില്ല. കാരണം സർക്കാർ ഇങ്ങനെ മാറി ഇന്ന് തരും നാളെ തരും എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉടനെ തന്നെ വേണം. എന്തായാലും എനിക്ക് ഇനിയിപ്പോൾ ഈ വസ്തുവും വിറ്റാലേ പറ്റുള്ളൂ. ഇപ്പം അതുമില്ല ഇതുമില്ല ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വാടകയ്ക്കാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് നരേന്ദ്രനാഥാണ്. ഞാൻ ഇപ്പോൾ 3 വർഷമായി ഡോക്യുമെൻറ്റ്സ് എല്ലാം കൊടുത്തിട്ട് ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി ഡോക്യുമെൻറ്റ്സ് കൊടുത്തിട്ട് ബേസിക്കലി ഫാമറാണ്. കോഴിയും പശുക്കളും കുറച്ച് റബ്ബറും വാഴയൊക്കെ ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്നതാണ്. അന്നേരമാണ് ഒരു 3A നോട്ടിഫിക്കേഷൻ വന്ന് ദസ് റൗണ്ട് അബൌട്ട് 22/5/22 അപ്പോൾ പിന്നെ വന്ന് അവരളന്നു, കല്ലിട്ട് പോയി. ഇപ്പോൾ കിട്ടും, നിങ്ങൾ 3 മാസത്തിനകത്ത് നിങ്ങൾ ഒഴിയേണ്ടി വരും. ഈ ഫാമെല്ലാം കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പോയി. എൻ്റെ തീറ്റപ്പര, തൊഴുത്ത്, ഈ കോമ്പൗണ്ട് വാള്, സകലതും എല്ലാം വീട് എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി കൊണ്ടുപോയി, മരങ്ങളെല്ലാം തിട്ടപ്പെടുത്തി കൊണ്ടുപോയി. അപ്പം ഒരു ആശയമുണ്ടായിരുന്നു, സംതിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ, ഇതിൽ നിന്നൊരു ചേഞ്ച് വരണുണ്ട്. പിന്നെ അതുമല്ല, ഔട്ടർ റിംഗ് റോഡ് എന്ന് പറയുന്നത് എക്സം കാർഗോയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ഔട്ടർ റിംഗ് റോഡ്. വരുമ്പോഴും നല്ലത്. ഇതിനകത്ത് കുറേ ഗ്രോത്ത് കോറിഡോർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വിളപ്പിശാല ഡെവലപ്ഡ് ആവും എന്നുള്ളൊരു ആഗ്രഹത്തിൽ. കാര്യം ചവർ ഫാക്ടറിയുടെ സമരം കഴിഞ്ഞ് ഇങ്ങനെ കയറി വരികയാണ്. അപ്പോൾ എത്ര കോളേജസ് വന്നു ആ ഏരിയയിലൊക്കെ. പിന്നെ അവിടെ ഇപ്പോൾ ഒരു ടൗൺഷിപ്പ് വരാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഈ നാട് ഡെവലപ്പ് ചെയ്യും എന്നുള്ളൊരു ഇതിൽ കൊടുത്തു. എല്ലാം റെഡിയായി. 3 വർഷമായി. ഞാൻ തൊഴുത്തിൽ കിടന്ന 10-15 പശുക്കളുണ്ടായിരുന്നു. ഓരോന്ന് കാര്യം ഒറ്റയടിക്ക് കൊടുക്കാൻ പോയ വില കിട്ടത്തില്ല. ചെന ആയതും എല്ലാം ഓരോന്നായിട്ട് കൊടുത്ത് ഇപ്പം ലാസ്റ്റിൽ ഒരു പശുവായിട്ട് ഇങ്ങനെ കഴിയുക. 3 വർഷം ഒന്നും ചെയ്യാൻ നോക്കില്ല, 1 ഇഞ്ച് മുമ്പോട്ട് പോകാൻ നോക്കില്ല. വാഴക്കൃഷിയായിരുന്നു, അതിന് റബ്ബറുണ്ടായിരുന്നു, വാഴക്കൃഷി ഉണ്ടായിരുന്നു, എല്ലാം നിർത്തിയിട്ട് ഇപ്പം ഞാൻ ഇപ്പോൾ എന്ത് പറ്റുമെന്ന് വിചാരിച്ച് ഈ നോട്ടിഫിക്കേഷൻ വന്ന ഭൂമിയിൽ ഒരു 10 വാഴ ഞാൻ നട്ട്. കുറച്ച് പയറുണ്ട്, മഞ്ഞളുണ്ട്. എന്തെങ്കിലും ചെയ്യണമല്ലോ. ഞാൻ ഒരു പശുവിനെ കൊണ്ട് എനിക്ക് ഒന്നുമല്ല ചെയ്യാൻ.
സോ സംതിങ് ഒരു ആക്ടിവിറ്റി വേണമെന്ന് പറഞ്ഞ് മുമ്പോട്ട് വന്ന് കഷ്ടപ്പാടും ദുരിതവും കഴിഞ്ഞ് ഇവളിപ്പം തൊഴിലുറപ്പ് പദ്ധതിക്ക് പണിക്ക് പോകുന്നുണ്ട്. അതിൻ്റെ വരുമാനം ബേസിക്കലി മകൻ്റെ ഒരു വരുമാനം ഇതുകൊണ്ടാണ് കഴിയുന്നത്. വേറെ ഒന്നും. എനിക്ക് 67 വയസ്സായി, എവിടെ പോയി എനിക്ക് എന്ത് ജോലി കിട്ടും? സോ അങ്ങനെയൊക്കെയാണ്, വലിയ കഷ്ടത്തിലാണ്. എന്തെങ്കിലും ഒരു തരത്തിൽ നമ്മൾ പോകാവുന്നതിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അടുത്ത് പോയി അവിടെ മുതൽ സെക്രട്ടേറിയറ്റിൽ ഒരു അറ്റൻഡർ വഴി ഒരു IAS-കാരന്, ഞാൻ പേര് പറയുന്നില്ല, ഒരു IAS-കാരന് അദ്ദേഹം വഴി ഈ IAS-കാരനെ മീറ്റ് ചെയ്യാൻ, അതായത് ഈ റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഈ എൻവയറമെൻ്റൽ കമ്മിറ്റിയുടെ ഇടയ്ക്ക് അവരുടെ ഒരു 15 സ്റ്റാഫ് പോയി, അവരുടെ ടെന്യൂർ കഴിഞ്ഞ് അവർ പോയി. അത് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി 15 പേര് ഇദ്ദേഹത്തിനാണ് ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരുന്ന